ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ സി പ്രോഗ്രാമിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് നോക്കിയോ. ഇതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മുടെ നമ്പർ ഈസ് ഈക്വൽ ടു 5, 6 ജസ്റ്റ് സെമിക്കോളൻ, +5 സെമിക്കോളൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ജസ്റ്റ് സെമിക്കോളൻ കൊടുക്കാം. ഇതൊന്നും ഒരു എറർ അല്ല, ഇതൊക്കെ വാലിഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സം ഈസ് ഈക്വൽ ടു നമ്പർ +5, 4 + 8. ഇത് ജസ്റ്റ് കമ്പനിയിൽ ഇഗ്നോർ ചെയ്യും. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു മാറ്റം വരുത്താനില്ല. ജസ്റ്റ് 4 + 8 ജസ്റ്റ് സെമിക്കോളൻ നമുക്ക് വീണ്ടും ഒരു ജസ്റ്റ് സെമിക്കോളൻ ഇട്ടാൽ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ വാലിഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ ജസ്റ്റ് സെമിക്കോളൻ ഇതൊക്കെ കമ്പൈലർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് വരിക, ഇവിടെ നമ്പറിന്റെ വാല്യൂന്റെ അവിടെ എത്ര പ്രിന്റ് ചെയ്യുക, 5 എന്ന് പ്രിന്റ് ചെയ്യും. സമ്മിന്റെ അവിടെ എന്താ പ്രിന്റ് ചെയ്യുക, 5 + 5, അപ്പൊ 10 എന്ന് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ 5 ഉം 10 ആണ് പ്രിന്റ് ചെയ്യുക. CC program.c അതിനുശേഷം റൺ ചെയ്താൽ 5 ഉം 10 ഉം പ്രിന്റ് ചെയ്യും. പക്ഷെ ഇതൊക്കെ വാലിഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, നമുക്ക് എറർ ഇല്ല. 4 + 8 ജസ്റ്റ് സെമിക്കോളൻ, അതിനുശേഷം വീണ്ടും ഞാൻ ജസ്റ്റ് 6 സെമിക്കോളൻ, അല്ലെങ്കിൽ 7 സെമിക്കോളൻ, അല്ലെങ്കിൽ 8 + 9 സെമിക്കോളൻ, ഇതൊക്കെ നമുക്ക് കിട്ടുക. അതൊന്നും എറർ അല്ല. നമ്മുടെ സി പ്രോഗ്രാമിൽ ഇതെല്ലാം വാലിഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ജസ്റ്റ് ഇനി സി പ്രോഗ്രാം സേവ് ചെയ്ത് ജസ്റ്റ് കമ്പൈൽ ചെയ്തായിരിക്കും. ജസ്റ്റ് കമ്പൈൽ ചെയ്താലും ഈ പ്രോഗ്രാമിൽ യാതൊരു എററും ഉണ്ടാവില്ല. ജസ്റ്റ് CC program.c ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ 5, 10 കിട്ടും. ഇതെല്ലാം വാലിഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതെല്ലാം സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനിയാണ് നമ്മൾ നോക്കാൻ പോവാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. നം ഈക്വൽ ടു 4, num2 ഈക്വൽ ടു 5, num3 ഈക്വൽ ടു 6, അങ്ങനെ 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈഫിന്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇതാണ് ഈഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. ഈഫിന്റെ അകത്ത് വീണ്ടും ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. അതാണ് നെക്സ്റ്റ് ഈഫ് സ്റ്റേറ്റ്മെന്റ്. ഇതിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിന് പറയാം. കോമ്പൗണ്ട് ആയിട്ടാണ്. നേരത്തെ കണ്ട പ്രോഗ്രാമാണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോഗ്രാം. ജസ്റ്റ് ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈഫ് കണ്ടീഷണലും നെസ്റ്റഡ് ഈഫും ഈഫ് എൽസും എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതൊരു ജസ്റ്റ് ഒരു പ്രോഗ്രാമാണ്. ഞാനൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കണ്ടീഷൻ കൺസ്ട്രക്ട്. കണ്ടീഷൻ കൺസ്ട്രക്ടിന്റെ എക്സാമ്പിൾസ് ആണ് ഈഫ്, സ്വിച്ച്, ഫോർ, വൈൽ, ഡു വൈൽ. കണ്ടീഷൻ കൺസ്ട്രക്ട് എന്തിനാ യൂസ് ചെയ്യുക പറഞ്ഞാൽ ടു കൺസ്ട്രക്ട് സ്റ്റേറ്റ്മെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡിപ്പെൻഡിങ് ഓൺ ദി കണ്ടീഷൻ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. സെർട്ടൈൻ കണ്ടീഷൻസ് ഉണ്ട്, അപ്പോൾ അത് ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ, അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യുക. അതിനാണ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, സിംഗിൾ ഐറ്ററേറ്റീവും മൾട്ടിപ്പിൾ ഐറ്ററേറ്റീവും. സിംഗിൾ ഐറ്ററേറ്റീവ് പറഞ്ഞാൽ അതിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി വൺസ് എക്സിക്യൂട്ട് ആവില്ല. അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ്സ് ഒറ്റ തവണ എക്സിക്യൂട്ട് ആവില്ല, ഡിപ്പെൻഡിങ് ഓൺ ദി സെർട്ടൈൻ കണ്ടീഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് ഈഫും സ്വിച്ചും. പക്ഷെ മൾട്ടിപ്പിൾ ഐറ്ററേറ്റീവ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി. മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും until the certain condition is true. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ എപ്പോൾ ഫോഴ്സ് ആകുമ്പോൾ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് പ്രോഗ്രാമിനോട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വൺസ് ദി കണ്ടീഷൻ ബിക്കംസ് ഫോഴ്സ് ഇറ്റ് വിൽ സ്റ്റോപ്പ് ദി ലൂപ്പ്. അതാണ് അടുത്ത് ഞാൻ പറഞ്ഞത്. കണ്ടീഷൻ എപ്പോൾ ഫോഴ്സ് ആവണോ അപ്പൊ ലൂപ്പ് സ്റ്റോപ്പ് ആവും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കണ്ടീഷൻ കൺസ്ട്രക്റ്റിനെ നമുക്ക് സിംഗിൾ ഐറ്ററേഷനിലും മൾട്ടി ഐറ്ററേഷൻ എന്ന് പറയാം. സിംഗിൾ ഐറ്ററേഷനിൽ ഈഫ്, പിന്നെ ഇറ്റ്സ് ഫാമിലി, ഈഫിന്റെ അതിന്റെ ഫാമിലി പറഞ്ഞാൽ ഈഫ് എൽസ് കണ്ടീഷൻ അതൊക്കെ ഉണ്ട്. പിന്നെ സ്വിച്ച് കേസ്, അതും സിംഗിൾ ഐറ്ററേഷൻ ആണ്. മൾട്ടി ഐറ്ററേഷൻ എക്സാമ്പിൾ ആണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇനി എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് സിംഗിൾ ഐറ്ററേഷൻ. ആദ്യം സിംഗിൾ ഐറ്ററേഷൻ പഠിക്കാം. സിംഗിൾ ഐറ്ററേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ഈഫ് കണ്ടീഷൻ, ഈഫ് ആൻഡ് ഇറ്റ്സ് ഫാമിലി. ഈഫ് ഈസ് എ സിംഗിൾ ഐറ്ററേറ്റീവ് കണ്ടീഷണൽ കൺസ്ട്രക്ട് വിച്ച് വിൽ എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓൺലി വൺസ്. അതായത് ഈഫ് ഒരു സിംഗിൾ ഐറ്ററേറ്റീവ് കണ്ടീഷണൽ കൺസ്ട്രക്ട് ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒറ്റ തവണ എക്സിക്യൂട്ട് ആവുള്ളൂ. അതിന്റെ സിന്റക്സ് ഈഫ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യുക, ഈഫിന്റെ അകത്ത് എക്സ്പ്രഷൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു കണ്ടീഷൻ ആയിരിക്കും, ജസ്റ്റ് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. എന്താണോ പ്രിന്റ് എഫ് ആണോ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അതൊക്കെ പ്രിന്റ് ചെയ്യും, അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഇതിന്റെ അകത്തേക്ക് പോവില്ല. If the given condition is true, then execute the statements, else it will not enter the if. അതായത് ഈഫിന്റെ അകത്തുള്ള ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകും. ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഇതിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇന്റ് നം ഈസ് ഈക്വൽ ടു 10. ഈഫിന്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് ഈഫ് ഓഫ് നം ലെസ് ദാൻ 100. അതിനുശേഷം അതിന്റെ അകത്ത് പ്രിന്റ് എഫ് കണ്ടീഷൻ ഇസ് ട്രൂ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈഫിന്റെ ഈ അകത്തെ കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ, അതായത് നം ലെസ് ദാൻ 100, നം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമ്മൾ 10 ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ 10 ലെസ് ദാൻ 100 ആണ് ഇവിടെ ചെക്ക് ചെയ്യുക. 10 ലെസ് ദാൻ 100 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. ഈഫിന്റെ അകത്ത് എന്തൊക്കെ കോഡ് ഉണ്ടോ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വരിക, കണ്ടീഷൻ ഇസ് ട്രൂ എന്നായിരിക്കും വരിക. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് GCC program.c ജസ്റ്റ് കമ്പയർ ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തപ്പോൾ എന്താ കിട്ടി, കണ്ടീഷൻ ഇസ് ട്രൂ എന്ന് കിട്ടി. അപ്പൊ നം ലെസ് ദാൻ 100 ഉള്ള വാല്യൂ
ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മന്റെ അവിടെ ഞാൻ ജസ്റ്റ് 1000 ആണ് വാല്യൂ കൊടുക്കുന്നതായിരിക്കുക. അപ്പൊ 1000 എന്നുള്ള വാല്യൂ എത്ര വരിക? 1000 ലെസ് ദാൻ 100. 1000 ലെസ് ദാൻ 100 കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, 1000 100നേക്കാൾ വലുതാണ്. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ നമ്മുടെ ഈഫിന്റെ അകത്തെ കണ്ടീഷനിലേക്ക് ഒന്നും പോവില്ല. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ? ഒന്നും പ്രിന്റ് ചെയ്യില്ല. ഈഫിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല പ്രിന്റ് ചെയ്യുക. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്തിരിക്കാം GCC program.c. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. ജസ്റ്റ് ചെക്ക്, ഇനി വേറെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈഫിന്റെ അകത്ത് അഡീഷണൽ ഈഫിന്റെ താഴെ ഞാൻ പ്രിന്റ് എഫ് കൊടുക്കുകയാണ്. ഈഫിന്റെ താഴെ പ്രിന്റ് എഫ് കൊടുത്തു. അതിനുശേഷം കണ്ടീഷൻ ഈസ് ഫോൾസ് ജസ്റ്റ് പ്രിന്റ് ചെയ്തു. അപ്പൊ ഇനി ഈ പ്രോഗ്രാമിൽ എന്താ ഔട്ട്പുട്ട് കിട്ടുക? ഈ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യക്ക് ഇഫ് നം ലെസ് ദാൻ 100 ചെക്ക് ചെയ്യും. അതായത് 1000 ലെസ് ദാൻ 100 ചെക്ക് ചെയ്തു. അതായത് ഫോൾസ് ആണ്, കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈഫിന്റെ ഈ അകത്തെ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവില്ല. അപ്പൊ ഈ ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ പ്രോഗ്രാം ഈ ഈഫിന്റെ താഴേക്ക് വരും. പിന്നെ അവിടെ നിന്നുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ വല്ല കോഡ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ട്. അവിടെ ഉള്ള ഏക കോഡ് പറഞ്ഞ ഈ ഒരു ലൈനാണ്, പ്രിന്റ് എഫ് കണ്ടീഷൻ ഈസ് ഫോൾസ്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്താ കിട്ടുക? കണ്ടീഷൻ ഈസ് ഫോൾസ്. ഈ ഒരു പ്രിന്റ് എഫ് റൺ ചെയ്യും. അതായത് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ ഈസ് ഫോൾസ് എന്നുള്ള പ്രിന്റ് ചെയ്യും. പകരം ഞാൻ നേരത്തെ പ്രോഗ്രാം ആക്കിയിരിക്കുക. ജസ്റ്റ് നം ഈക്വൽ ടു 10. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുക? 10 ലെസ് ദാൻ 100 എന്നാണ് ആയിരിക്കും ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ പറഞ്ഞ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൽ എന്താ വരിക? ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഈഫിന്റെ അകത്തെ പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈഫിന് ശേഷമുള്ള പ്രിന്റ് എഫും പ്രിന്റ് ചെയ്യും. അതായത് കണ്ടീഷൻ ഇസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സ്ലാഷ് കൊടുക്കുക. കണ്ടീഷൻ ഇസ് ട്രൂ എന്നും പ്രിന്റ് ചെയ്യും, കണ്ടീഷൻ ഇസ് ഫോൾസ് എന്നും പ്രിന്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്തു. അതിനുശേഷം കമ്പയർ ചെയ്തതിനു ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ ഇസ് ട്രൂ എന്നും കിട്ടും, കണ്ടീഷൻ ഇസ് ഫോൾസ് എന്നും കിട്ടും. അവിടെ കണ്ടീഷൻ ഇസ് ട്രൂ ഉള്ളത് ഏക വൺ ടൈം എക്സിക്യൂട്ട് ആണല്ലോ. അതായത് ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈഫിന്റെ താഴെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് റൺ ചെയ്യും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇന്റ് നം ഈസ് ഈക്വൽ ടു 10. അതിനുശേഷം ഈഫിന്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നം ഗ്രേറ്റർ ദാൻ 100 ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. നം പറഞ്ഞ 10 ആണ്. 10 ഗ്രേറ്റർ ദാൻ 100. കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈഫിന്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല. അതിനുശേഷം ഈഫിന്റെ ഏറ്റവും താഴേക്ക് കോഡ് പോകും. അതിനുശേഷം എന്തെങ്കിലും ലൈന് നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാകും എക്സിക്യൂട്ട് ചെയ്യാൻ ഉണ്ട്. ഈ ഒരു ലൈൻ നമ്മുടെ ബാക്കിയുണ്ട്, ഈഫായിട്ടൊരു ബന്ധമില്ല. ഈഫിന് താഴെയുള്ള ഈ ലൈൻ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അത് ഈഫായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് പ്രോഗ്രാം ടെർമിനേറ്റഡ് മാത്രമായിരിക്കും കിട്ടുക. അതായത് GCC program.c. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്തു. കമ്പയർ ചെയ്തതിനു ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കിട്ടും. ഈ ഒരു കോഡിൽ ഞാൻ ഈ ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലായിരിക്കും. ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ചെയ്തു വയ്ക്കുക. ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ഞാനിപ്പോ ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്തിരിക്കുക. അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. GCC program.c. അതിനുശേഷം ഡോട്ട് റൺ ഔട്ട്. നമുക്ക് 2 തവണ കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്തു. അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്തു. ഈ 2 കണ്ടീഷൻ ട്രൂ പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് എഫിന്റെയും ഈ 2 പ്രിന്റ് എഫ് ആണ് ഇവിടെ കണ്ടീഷൻ ഇസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പ്രിന്റ് എഫ് പ്രോഗ്രാം ടെർമിനേറ്റഡ് അതാണ് ലാസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ഈഫിന് താഴെ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് ഇരിക്കുക. ഈഫിന്റെ സാധാരണ നമ്മുടെ സിന്റക്സ് എന്താണ്? ഈഫ് കണ്ടീഷൻ, അതിനുശേഷം കേളി ബ്രാക്കറ്റ്, അതിനുശേഷം സ്റ്റേറ്റ്മെന്റ്സ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ലൈൻസ് ഈഫിന് താഴെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ്. ഈഫിന് താഴെ ഒറ്റ ലൈനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേളി ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഈഫിന് താഴെ നമ്മൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും അതിന്റെ മീനിങ്. ഈ പ്രോഗ്രാം ശരിക്കും മീനിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും അതിന്റെ മീനിങ്. ഇത് ഈഫ് നം ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ പ്രിന്റ് ചെയ്യുക. അതായത് പ്രിന്റ് ഓഫ് കണ്ടീഷൻ ഇസ് ട്രൂ. ഇത് ഫോൾസ് ആയതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്തില്ല. അതിനുശേഷമുള്ള ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള ഈ 3 ലൈനാണ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും സിംഗിൾ ലൈനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്. ഇഫിന് താഴെ ഒരു ലൈൻ മാത്രമാണെങ്കിൽ ഈ ഇഫായിട്ട് ബന്ധമുള്ളത് ഈ ഒരു ലൈൻ മാത്രമാണ്. ഈ ഒരു പ്രോഗ്രാം ശരിക്കും മീനിങ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇന്റ് മെയിൻ, ഇന്റ് നം ഈക്വൽ ടു 10, അതിനുശേഷം ഇന്റ് നം ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ അതിന് താഴെയുള്ള പ്രിന്റ് എഫ് ഇല്ലേ അത് മാത്രമേ പ്രിന്റ് ചെയ്യൂ. ശരിക്കും ഈ 2 ലൈനിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള മീനിങ്. അതായത് ഇഫ് നം ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ കണ്ടീഷൻ ഈസ് ട്രൂ, പ്രിന്റ് എഫ് കേളി ബ്രാക്കറ്റിന്റെ അകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഒറ്റ ലൈനിലുള്ള കോഡാണ്. പ്രിന്റ് എഫിന് ഈഫിന് താഴെ നമ്മൾ ഒറ്റ ലൈൻ മാത്രമേ നമ്മുടെ കോഡിലുള്ളൂ. ഒറ്റ ലൈനായിട്ട് വരുമ്പോൾ നമുക്ക് ഈഫിന് താഴെ ഈ ഒരു കേളി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. നമ്മൾ കേളി ബ്രാക്കറ്റ് ഇല്ലാണ്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ ഇഫായിട്ട് ബന്ധമുള്ളത് ഈ ഒരു പ്രിന്റ് എഫ് മാത്രമാണ്. അവിടെ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യില്ല. അതിനുശേഷമുള്ള ഈ 3 പ്രിന്റ് എഫ് നമ്മുടെ
ഈഫായിട്ട് ബന്ധമില്ല. അപ്പൊ ഈ 3 പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും. കണ്ടീഷൻ ഇസ് ട്രൂ, പ്രോഗ്രാം ടെർമിനേറ്റഡ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് എന്ത് കിട്ടിയത്? കണ്ടീഷൻ ഇസ് ട്രൂ, പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഇതിന് പകരം നം ഈസ് 10 വരെ ഞാൻ നം ഈക്വൽ ടു 1000 കൊടുത്തിരിക്കുക. 1000 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് നേരെ വ്യത്യാസം വരും. 1000 വരെ കൊടുക്കുകയാണെങ്കിൽ 1000 ഗ്രേറ്റർ ദാൻ 100. കണ്ടീഷൻ ഫോഴ്സ് അല്ല, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ ഈ ഒരു പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും. അതിനുശേഷം റിമൈനിങ് 3 പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് 3 തവണ കണ്ടീഷൻ ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്നും പ്രിന്റ് ചെയ്യും. കണ്ട, കണ്ടീഷൻ ഇസ് ട്രൂ, പ്രോഗ്രാം ടെർമിനേറ്റഡ്. അല്ലെ, ഈ കണ്ടീഷൻ ഇസ് ട്രൂ പ്രിന്റ് ചെയ്യാൻ കാരണം ഈ ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്തു. ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെന്റ് എപ്പോഴും പ്രിന്റ് ചെയ്യും. അതിന് ഈഫായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഈ 3 സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ കാരണം. ഇനി നമുക്ക് ഈ ഒരു കോഡിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കി നോക്കാം. ഇവിടെ ഇന്റ് മെയിൻ, അതിനുശേഷം ഇന്റ് നം ഈക്വൽ ടു 10 സെമിക്കോളൻ, അതിനുശേഷം ഈഫ് നം ഗ്രേറ്റർ ദാൻ 100. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈഫിന്റെ കണ്ടീഷൻ കഴിഞ്ഞു വരുന്ന സെമിക്കോളൻ ഇട്ടു. ഇങ്ങനെ ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ശരിക്കുള്ള പ്രോഗ്രാം ഇതാണ്. ആ പ്രോഗ്രാമിന്റെ മീനിങ് പറഞ്ഞാൽ ഇതാണ്. അതായത് ഈഫ് നം ഗ്രേറ്റർ ദാൻ 100. ഈ ഒരു ലൈനിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ if num greater than 100, അതിനുശേഷം കേളി ബ്രാക്കറ്റ് ഡമ്മി കോഡ്. നമ്മൾ എന്തുകൊണ്ടാണ് സെമിക്കോളൻ ഇവിടെ ഇട്ടിട്ട് തന്നെ അവസാനിപ്പിച്ചു? നമ്മുടെ ശരിക്കുള്ള ഈഫിന്റെ സിൻഡെക്സ് പറഞ്ഞിട്ടാ. ശരിക്കും ഈഫിന്റെ സിൻഡെക്സ് പറഞ്ഞാൽ ഈഫ്, അതിനുശേഷം കണ്ടീഷൻ, അതിനുശേഷം സ്റ്റേറ്റ്മെന്റ്സ്. അതാണ് നമ്മുടെ ഈഫ് ശരിക്കുള്ള കണ്ടീഷൻ. നമ്മൾ ഈഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് മാറി. അതായത് ഈഫിന് ശേഷം കണ്ടീഷൻ, അതിനുശേഷം സെമിക്കോളൻ കഴിഞ്ഞാൽ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ്സും കൂടി അവിടെ തന്നെ കഴിഞ്ഞു. പിന്നെയുള്ള തൊട്ട് താഴെയുള്ള ഈ ലൈന് ഈഫുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ ഈ ഒരു ലൈനിന്റെ ശരിക്കുള്ള മീനിങ് എന്താ? ജസ്റ്റ് ഒരു ഡമ്മി കോഡ്. അതായത് ആ ഇഫ് കൊണ്ട് നമുക്കൊരു യാതൊരു പ്രയോജനമില്ല. ജസ്റ്റ് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത്രയല്ലോ, വേറെ മീനിങ് അതിനില്ല. അതായത് ഇഫ് നം ഗ്രേറ്റർ ദാൻ 100 ആണോ ചെക്ക് ചെയ്യും. നം ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞാൽ 10 ഗ്രേറ്റർ ദാൻ 100, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും, അത്രയല്ലോ. അല്ലാണ്ട് വേറെ ഗുണമൊന്നും അതുകൊണ്ടില്ല. കണ്ടീഷൻ ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ഇതിന്റെ അകത്ത് വേറെ കോഡൊന്നും ഇല്ല. അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഈ കോഡ് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈഫിന് താഴെയുള്ള ഈ 2 പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും. ഈ ഒരു ലൈന് പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിൽ മാറ്റൊന്നും വരുത്തില്ല. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എറർ ഒന്നും ഇല്ല ഈ ഒരു കോഡിന്. പക്ഷെ ഈ ഈഫിന് യാതൊരു ബന്ധമില്ല നമ്മുടെ പ്രോഗ്രാമിൽ. ജസ്റ്റ് ഒരു ഡമ്മി കോഡാണ്. ഈ ലൈനിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 100 സെമിക്കോളൻ. ആ ലൈനിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 100, അതിനുശേഷം ജസ്റ്റ് 2 കേളി ബ്രാക്കറ്റ്. അതിന്റെ അകത്തൊന്നും ഒരു കോഡേ ഇല്ല, ഡമ്മി കോഡ്. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മീനിങ്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്തിരിക്കുക. ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 100, അതിനുശേഷം സെമിക്കോളൻ. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഈ 2 പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് gcc program.c കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. കണ്ടീഷൻ ഇസ് ട്രൂ, പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഞാൻ ഈ സെമിക്കോളൻ ജസ്റ്റ് ഇല്ലാന്ന് വരിക. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഈ ഇഫിന് താഴെയുള്ള ഈ ഒരു പ്രിന്റ്എഫ് നമ്മുടെ ഈ ഇഫായിട്ട് ബന്ധമുണ്ട്. കേളി ബ്രാക്കറ്റ് ഇല്ലാണ്ട് നമ്മൾ ഈഫിന് താഴെ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈഫിന് തൊട്ട് താഴെയുള്ള ആ ഒരു സിംഗിൾ ലൈൻ അത് മാത്രമാണ് ഈഫായിട്ട് ബന്ധമുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഈഫായിട്ട് ബന്ധമുള്ളത് ഈ ഒരു ലൈനാണ്. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? 10 ഗ്രേറ്റർ ദാൻ 100, കണ്ടീഷൻ ഫോഴ്സ് ആണ്. 10 ഗ്രേറ്റർ ദാൻ 100 ആണ്, കണ്ടീഷൻ ഫോഴ്സ് ആണ്. അപ്പൊ ഈഫിന് തൊട്ട് താഴെയുള്ള ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുക. അതിനുശേഷം ഈഫിന് ശേഷം വല്ല ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? പ്രോഗ്രാം ടെർമിനേറ്റഡ് മാത്രമാണ് കിട്ടുക. gcc പ്രോഗ്രാം കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ടെർമിനേറ്റഡ് കിട്ടി. ഇപ്പൊ ജസ്റ്റ് ഒരു സെമിക്കോളൻ ഇട്ടപ്പോ കോഡേ വ്യത്യാസം വന്നു. അതാണ് ഈഫ് കണ്ടീഷന് ശേഷം സെമിക്കോളൻ ഇട്ടുള്ള വ്യത്യാസമാണ് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലായത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് if else കണ്ടീഷണൽ കൺസ്ട്രക്ട്. if else കണ്ടീഷണൽ കൺസ്ട്രക്റ്റിന്റെ സിൻഡെക്സ് പറഞ്ഞാൽ ആദ്യം ഇഫ്, അതിനുശേഷം കണ്ടീഷൻ. ഈ ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഈഫിന്റെ അകത്ത് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അത് പ്രിന്റ് ചെയ്യും. ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ ഒരു കേളി ബ്രാക്കറ്റിന്റെ അകത്തേക്ക് പോവില്ല, നേരെ ഇങ്ങോട്ടായിരിക്കും പോവുക. അതായത് എൽസ് പാർട്ടിലേക്ക് ആവും പോവുക. ഇത് ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിലേക്ക് ആയിരിക്കും പോവുക. അതായത് ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തന്നെ എക്സിക്യൂട്ട് ഈഫ് പാർട്ട്. അതായത് ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ അകത്തെ കണ്ടീഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എക്സിറ്റ് ചെയ്യും. അതിനെ എക്സിറ്റ് പറഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിലേക്ക് പോകും. അതിന്റെ മൂവ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഈഫിന് ശേഷമുള്ള ഇവിടെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങനെ നടക്കും. ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങനെ. ഈഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ എൽസ് പാർട്ടിത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ ആ ഒരു കോഡ് റൺ ചെയ്യും. ഇഫ് കണ്ടീഷൻ ഇസ് ഫോൾസ് ദെൻ എക്സിക്യൂട്ട് എൽസ് പാർട്ട്. എൽസ് പാർട്ട് പറഞ്ഞാൽ ഈ ഒരു പോർഷനത്തെ കോഡ് റൺ ചെയ്യും. അതിനുശേഷം മൂവ് ടു ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. int num is equal to 10 if num less than 100.
അങ്ങനെയാണെങ്കിൽ ഈ പ്രിന്റ് ഇഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ്, ഇഫിന്റെ അകത്ത് നമ്മൾ സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റ്സേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യാണ്ടിരുന്നത്. അതേപോലെ എൽസിന്റെ അകത്തും സിംഗിൾ സ്റ്റേറ്റ്മെന്റ്സേ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇവിടെ കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, കേളി ബ്രാക്കറ്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈഫിന് തൊട്ട് താഴെയുള്ള ആ ഒരു ലൈൻ മാത്രമാണ് ഈഫുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതേപോലെ എൽസിന് താഴെയുള്ള ആ ഒരു സിംഗിൾ ലൈൻ മാത്രമേ എൽസിന് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നം ലെസ് ദാൻ 100 എന്ന് ചെക്ക് ചെയ്യും. അതായത് 10 ലെസ് ദാൻ 100 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് പ്രിന്റ് അപ്പ് ഉള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈ ഒരു കോഡ് ഇവിടേക്ക് പോകും. അതായത് ഇപ്പൊ കോഡ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ റിമൈനിങ് കോഡ് എന്തിട്ടുള്ളത്, റിമൈനിങ് കോഡിൽ ഒരു പ്രിന്റ് എഫ് കൂടി ഉണ്ട്, പ്രിന്റ് എഫ് പ്രോഗ്രാം ടെർമിനേറ്റഡ്. അപ്പൊ ഇതും കൂടി പ്രിന്റ് ചെയ്യും. ഈ പ്രിന്റ് എഫിന് നമ്മുടെ ഈഫായിട്ട് ഒരു ബന്ധേ ഇല്ല, ഇത് തനിച്ച് നിൽക്കുന്ന ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആദ്യം ഈഫ് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ ഒരു പ്രിന്റ് എഫും എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? കണ്ടീഷൻ ഈസ് ട്രൂ പ്രോഗ്രാം ടെർമിനേറ്റഡ്. ജസ്റ്റ് GCC program dot c കമ്പയർ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു. അപ്പൊ കണ്ടീഷൻ ഈസ് ട്രൂ എന്ന് കിട്ടി, പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കിട്ടി. ഇവിടെ ജസ്റ്റ് ഞാൻ ഇതേ പ്രോഗ്രാമിനെ 1000 നോക്കിയിരിക്കും. അപ്പൊ 1000 ലെസ് ദാൻ 100 എന്നാണ് കണ്ടീഷൻ. 1000 ലെസ് ദാൻ 100 കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മുടെ ഈഫ് എൽസിൽ എന്താണ് ഞാൻ പറഞ്ഞത്? ഈഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എൽസ് പാർട്ടിലേക്ക് പോകും. എൽസ് പാർട്ടിന്റെ കോഡ് എന്തുട്ടാ? പ്രിന്റ് എഫില് കണ്ടീഷൻ ഈസ് ഫോൾസ്, കണ്ടീഷൻ ഈസ് ഫോൾസ് ഉള്ളതാണ് നമ്മുടെ കോഡ്. അപ്പൊ കണ്ടീഷൻ ഈസ് ഫോൾസ് എന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ റിമൈനിങ് കോഡ് ആയിട്ടുള്ള ഈ പ്രിന്റ് എഫും എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? കണ്ടീഷൻ ഈസ് ഫോൾസ് പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കിട്ടുക. അപ്പൊ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്യുക. GCC program dot c അതിനുശേഷം ഡോട്ട് അടിച്ച കണ്ടീഷൻ ഈസ് ഫോൾസ് എന്ന് കിട്ടും, പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കിട്ടും. ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രോഗ്രാം? ഇന്റ് നം ഈസ് ഈക്വൽ ടു 1000 ഇഫ് നം ലെസ് ദാൻ 100, അതായത് 1000 ലെസ് ദാൻ 100 കണ്ടീഷൻ ഫോൾസ് ആണ്. പക്ഷെ ഇവിടെ ഞാൻ ഈഫിന് ശേഷം കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. കേളി ബ്രാക്കറ്റ് കൊടുക്കാണ്ടാണ് ഞാൻ ഈ രണ്ട് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഈഫുമായിട്ട് ബന്ധമുള്ളത് എന്തുട്ടാ? ഈ ഒരു പ്രിന്റ് എഫ് മാത്രമേ ബന്ധമുള്ളൂ. അതിനുശേഷം തനിയെ ഒരു പ്രിന്റ് എഫ്, അതേപോലെ തനിയെ, അതായത് ഈ എൽസിന് ഈഫായിട്ട് ബന്ധമില്ല. എന്തുകൊണ്ടാ? ഈ ഈഫ് ഇവിടെ അവസാനിച്ചു, ഈ ഈഫ് ഇവിടെ അവസാനിച്ചു. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ റിമൈനിങ് കോഡാണ്. ഈ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. അതെന്തുകൊണ്ടാ? ഈ എൽസിന് ഈഫായിട്ട് ബന്ധമില്ല. ഈ ഈഫായിട്ട് ബന്ധം വേണമെങ്കിൽ നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുക്കണം. അതിന് മുന്നേ ഈ പ്രോഗ്രാം ജസ്റ്റ് ആദ്യം കമ്പയർ ചെയ്യാണ്. GCC program dot c. അപ്പൊ കണ്ടോ, നമുക്ക് എറർ കിട്ടും. എൽസ് വിത്തൗട്ട് എ പ്രീവിയസ് ഈഫ്, അതായത് എൽസ് ഈഫ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഈഫ് നമുക്ക് എൽസ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഈഫ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എൽസ് എപ്പോഴെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് മുകളിൽ ഈഫ് വന്നിരിക്കണം. ഈ ഈഫ് ഇവിടെ തൊട്ട് മുകളിൽ ഈഫ് വന്നിട്ടുണ്ട്, പക്ഷെ ഈ ഈഫ് എൽസ് ആയിട്ട് ബന്ധമില്ല. എന്തുകൊണ്ടാ? ഈ ഈഫിന് തൊട്ട് താഴെ കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. കേളി ബ്രാക്കറ്റ് കൊടുക്കാണ്ടിരുന്ന ഈഫിന് താഴെയുള്ള ഈ ഒരു ലൈൻ മാത്രമാണ് ഈഫിന് ബന്ധമുണ്ടാവുക. ബാക്കിയുള്ള റിമൈനിങ് കോഡ് ഈ ഈഫായിട്ട് ബന്ധമില്ല. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം കറക്റ്റ് ആക്കണമെങ്കിൽ ഈ ഈഫിന് താഴെ ജസ്റ്റ് കേളി ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഈഫിന് താഴെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ആ കേളി ബ്രാക്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞോടത്ത് കേളി ബ്രാക്കറ്റ് കൊടുക്കുക. അതേപോലെ എൽസിന് താഴെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അവിടെയും കേളി ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക. ഇനി GCC program dot c അടിച്ചു കൊടുത്താൽ കമ്പയർ ചെയ്തു, അതായത് എറർ ഇല്ല. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? ഔട്ട്പുട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ 1000 ലെസ് ദാൻ 100, 1000 ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. അപ്പൊ ഈഫിന്റെ അകത്തെ ഈ ഒരു കോഡ് റൺ ചെയ്യില്ല. എൽസ് പാർട്ടുള്ള കോഡ് എന്താ? അത് റൺ ചെയ്യും. അതായത് കണ്ടീഷൻ ഈസ് ഫോൾസ്, അതിനുശേഷം എൽസ് ഈസ് ട്രൂ, അതായത് എൽസിന്റെ അകത്തുള്ള കണ്ടീഷനാണ് പ്രിന്റ് ചെയ്യുന്നത്. എൽസ് ഈസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ലാസ്റ്റത്തെ ഈ ഒരു പ്രിന്റ് എഫും പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു 3 പ്രിന്റ് എഫ് ആണ് ഇതിൽ ഔട്ട്പുട്ട് കിട്ടുക. ജസ്റ്റ് റൺ ചെയ്യണം. റൺ ചെയ്തപ്പോൾ കണ്ട കണ്ടീഷൻ ഈസ് ഫോൾസ്, എൽസ് ഈസ് ട്രൂ, എൽസ് ഈസ് ട്രൂ, അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഇവിടെ ഞാൻ സ്ലാഷിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ലൈനിലായിട്ട് ഔട്ട്പുട്ട് കിട്ടും. ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം വീണ്ടും കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. കണ്ട കണ്ടീഷൻ ഈസ് ട്രൂ, എൽസ് ഈസ് ട്രൂ, പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഇവിടെ ഞാൻ 1000 പകരം നമ്പർ 10 കൊടുത്തുമായിരിക്കും. നമ്പർ 10 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നം ലെസ് ദാൻ 100. നം ലെസ് ദാൻ 100 പറഞ്ഞാൽ 10 ലെസ് ദാൻ 100. 10 ലെസ് ദാൻ 100 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഈ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്താ? ഈ 2 ലൈനും പ്രിന്റ് ചെയ്യും. അതായത് കണ്ടീഷൻ ഈസ് ട്രൂ, ഈഫ് ഈസ് ട്രൂ. അതിനുശേഷം ഈ ഈഫ് എൽസിന്റെ തൊട്ട് ഏറ്റവും ബോട്ടത്തിലേക്ക് പോകും. ഏറ്റവും ബോട്ടം പറഞ്ഞാൽ ഇവിടേക്ക്. പിന്നെ ഇവിടെ എന്തെങ്കിലും കോഡ് ഉണ്ട്, ഇവിടെ ഈ ഒരു പ്രിന്റ് എഫ് ഉണ്ട്. അപ്പൊ പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ ആദ്യം ഈ 2 ലൈൻ പ്രിന്റ് ചെയ്യും. കണ്ടീഷൻ ഈസ് ട്രൂ, ഈഫ് ഈസ് ട്രൂ. അതിനുശേഷം പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഈ പ്രോഗ്രാം ഔട്ട്പുട്ട് ജസ്റ്റ് ആദ്യം കമ്പയർ ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. കണ്ടീഷൻ ഈസ് ട്രൂ, ഈഫ് ഈസ് ട്രൂ, പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഇവിടെയും നമ്മൾ സ്ലാഷിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ലൈനിലായിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ മീനിങ്. അപ്പൊ ഈഫിന് താഴെ ഒന്നിൽ കൂടുതൽ ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് കേളി ബ്രാക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എറർ കിട്ടും. ഈഫ് യൂസ് ചെയ്യുമ്പോൾ അത് കൊടുക്കുക. ഇതേ കോഡിനെ ഞാൻ ജസ്റ്റ് ഇവിടെ സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക?
ഈ ഇഫ് ഇവിടെ അവസാനിച്ചു. ഈ ഇഫ് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോഴും നമുക്ക് എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഇഫ് കൊണ്ടുള്ള എറർ കിട്ടും. ഈ ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഈ ഒരു ലൈന് നമ്മുടെ ഈ കോഡായിട്ട് ഒരു ബന്ധമില്ല. ജസ്റ്റ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇഫ് കൊടുത്തു, അതിനുശേഷം ജസ്റ്റ് കണ്ടാ ഇതാണ് ഈ ഒരു ജസ്റ്റ് ഇഫ് കൊടുത്തിട്ട് സെമിക്കോളം കൊടുത്തുള്ള മീനിങ് ഇതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിൽ എന്താണ് ഇന്റ് നം ഈസ് ഈക്വൽ ടു 10, അതിനുശേഷം സെമിക്കോളം, അതിനുശേഷം ഈഫിന്റെ അകത്ത് നം ലെസ് ദാൻ 100, അതിനുശേഷം സെമിക്കോളം ഉണ്ട്. ഈഫിന് ശേഷം കണ്ടീഷൻ കൊടുത്തു, അതിനുശേഷം തന്നെ സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈഫ് ഈ ലൈനിൽ തന്നെ അവസാനിച്ചു. അതായത് ഈ കോഡിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതിയ കോഡ്. നമ്മൾ എഴുതിയ കോഡ് ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അതിന്റെ ശരിക്കുള്ള മീനിങ് പറഞ്ഞാൽ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈഫ് നം ലെസ് ദാൻ 100, അതിന്റെ ശരിക്കുള്ള മീനിങ് പറഞ്ഞാൽ ഈഫ് നം ലെസ് ദാൻ 100, അതിനുശേഷം കേളി ബ്രാക്കറ്റ്. അതായത് ഈഫിന്റെ അകത്ത് ജസ്റ്റ് ഡമ്മി കോഡ്, ഈഫിന്റെ അകത്ത് ഒന്നുമില്ല. എം ടി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. എം ടി ഇഫിന് വേണമെങ്കിൽ ഇതിന് പറയാം എം ടി ഇഫ് കണ്ടീഷൻ. അതായത് അതിന്റെ അകത്ത് ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഈഫായിട്ട് ബന്ധമുള്ളത് ഇത്ര മാത്രമല്ല. അതിനുശേഷമുള്ള പ്രിന്റ് എഫ് നമ്മൾ ഈ ഈഫായിട്ട് ബന്ധമില്ല. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഈ കോഡൊന്നും ആ തൊട്ട് മേലത്തെ ഈഫായിട്ട് ബന്ധമില്ല. അപ്പൊ എൽസ് ഈഫ് ഇല്ലാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഈഫ് കൊണ്ടുള്ള എറർ കിട്ടും. അപ്പൊ ഈ കോഡ് നമുക്ക് എന്താ കിട്ടുക? എറർ ആണ് കിട്ടുക. ഈ കോഡ് ഞാൻ ജസ്റ്റ് റൺ ചെയ്തിരിക്കുക. ജസ്റ്റ് ആദ്യക്ക് കമ്പയർ ചെയ്ത് എന്താ കിട്ടുക? എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഈഫ്. എന്തുകൊണ്ടാണ് കിട്ടാൻ കാരണം? ഇവിടെ സെമിക്കോളം കൊടുത്ത കാരണം. ഇവിടെ സെമിക്കോളം കൊടുത്ത കാരണം ഈ ഒരു കോഡ് ശരിക്കും എങ്ങനെ വരിക? ഈ കോഡ് ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കോഡ്. ഇവിടെ ജസ്റ്റ് സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈഫായിട്ട് ഒരു ജസ്റ്റ് ഒരു എം ടി ഈഫാണ് ഇത്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള പ്രോഗ്രാം. അതായത് സെമിക്കോളം കൊടുത്തിട്ട് ഈഫ് കണ്ടീഷന് ശേഷം നമ്മൾ ജസ്റ്റ് സെമിക്കോളം കൊടുക്കുകയാണെങ്കിൽ ആ ഈഫ് പറഞ്ഞാൽ ഇതാണ് ശരിക്കും അതിന്റെ മീനിങ്, എം ടി ഈഫ്. അപ്പൊ ഈ ഈഫ് ഇവിടെ അവസാനിച്ചു. പിന്നുള്ള റിമൈനിങ് കോഡൊന്നും തൊട്ട് മേലത്തെ ഈ ഈഫായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ എൽസ് എൽസ് എപ്പോ യൂസ് ചെയ്യണമെങ്കിലും എൽസിന്റെ തൊട്ട് മേലെ ഈഫ് വേണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എറർ കിട്ടും? എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഈഫ് കൊണ്ടുള്ള എറർ കിട്ടും. ഈ പ്രോഗ്രാം നമുക്ക് റെഡി ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഈ പ്രോഗ്രാം ജസ്റ്റ് റെഡി ആക്കണമെങ്കിൽ ഇവിടെ നേരത്തെ ഇങ്ങനെയായിരുന്നു പ്രോഗ്രാം. ഈഫിന് ശേഷം സെമിക്കോളം ഉണ്ടാവും. ആ സെമിക്കോളം ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ പ്രോഗ്രാം റെഡി. അതായത് ഈ ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യും. ഈ ഈഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിത്തെ ഈ പ്രിന്റ് എഫും പ്രിന്റ് ചെയ്യും. അതിനുശേഷം ബാക്കി റിമൈനിങ് കോഡ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. അതാണ് ഇപ്പൊ കണ്ടീഷൻ കുഴപ്പമില്ല. ഇപ്പൊ ഈ പ്രോഗ്രാമും കുഴപ്പമില്ല. ഇനി ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്തിരിക്കുക. ഇപ്പൊ കണ്ട ഒരു കുഴപ്പമില്ല. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടും കിട്ടും. കണ്ടീഷൻ ഇസ് ട്രൂ പ്രിന്റ് ചെയ്യാൻ കാരണം നമ്മുടെ ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണ്. 10 ലെസ് ദാൻ 100 കണ്ടീഷൻ ട്രൂ ആണ്. 10 ലെസ് ദാൻ 100 കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് ഈ ഈഫിന്റെ അകത്തെ കണ്ടീഷൻ പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഏറ്റവും ഇവിടേക്ക് എത്തി. അതിനുശേഷം ബാക്കി റിമൈനിങ് എന്തെങ്കിലും കോഡ് ഉണ്ട്, അത് പ്രോഗ്രാം ടെർമിനേറ്റഡ്, അതും പ്രിന്റ് ചെയ്തു. നമ്മൾ ഈഫ് കണ്ടീഷന് ശേഷം സെമിക്കോളം കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ എൽസിന് ശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ട, എൽസിന് ശേഷം കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈഫിന് ശേഷം മാത്രമേ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എൽസിന് തൊട്ട് താഴെയുള്ള ലൈൻസ് പ്രിന്റ് ചെയ്യും. എൽസിന്റെ ഇവിടെ വേറെ നമ്മൾ കണ്ടീഷൻ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതും നമ്മൾ ശ്രദ്ധിക്കുക. സിന്റക്സ് ശ്രദ്ധിക്കുക. എൽസിന്റെ ഈഫ് എൽസിന്റെ സിന്റക്സ് നമ്മൾ ശ്രദ്ധിക്കുക. സെമിക്കോളനൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അത്ര നമുക്ക് ഇത് ശ്രദ്ധിക്കാവുള്ളൂ. നമുക്ക് ഇപ്പൊ പഠിച്ചതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് നോക്കാം. ഇവിടെ ഇന്റ് നം ഈസ് ഈക്വൽ ടു 21 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈഫിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യുന്നത്? ഇഫ് നം ലെസ് ദാൻ 5. അതായത് നം ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 20 ലെസ് ദാൻ 5 എന്നാണ് ചെക്ക് ചെയ്യുന്നത്. 20 ലെസ് ദാൻ 5 എന്ന കണ്ടീഷൻ ഫോൾസ് ആണ്. അതായത് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ഈഫിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യില്ല. ഈ നേരെ ഈഫിന് താഴേക്ക് പോകും. അതിന് ശേഷം നമ്മുടെ കോഡ് എന്താ വല്ല ലൈൻസ് ഉണ്ടാ പ്രിന്റ് എഫ് 1 ലൈൻ ഉണ്ട്. അവിടെ എന്താ പ്രിന്റ് ചെയ്യുക? നം ഈസ് ഈക്വൽ ടു നമ്മിന്റെ വേരിയബിൾ. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നം ഈസ് ഈക്വൽ ടു 20 എന്നായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കി നോക്കാം. ആദ്യക്ക് GCC program.c കമ്പയർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്യുക. അപ്പൊ എന്താ കിട്ടി? ഔട്ട്പുട്ട് കിട്ടി നം ഈസ് 20. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നം ഈസ് 20 എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടി. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കി നോക്കാം. ഇവിടെ നം ഈസ് ഈക്വൽ ടു 5 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈഫിന് ശേഷം കണ്ടീഷൻ കൊടുത്തു. അതിനുശേഷം സെമിക്കോളം കൊടുത്തു. ഈ ഒരു പ്രോഗ്രാമിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള മീനിങ്. അതായത് ഈ പ്രോഗ്രാം പറഞ്ഞാൽ ജസ്റ്റ് ഡമ്മി ഈഫാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ശരിക്കുള്ള മീനിങ്. അപ്പൊ ആദ്യക്കുള്ള പ്രോഗ്രാം നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതിനുശേഷം ഈഫ് കണ്ടീഷൻ തൊട്ട് സൈഡിൽ നമ്മൾ സെമിക്കോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈഫ് കണ്ടീഷൻ അതിനുശേഷം സെമിക്കോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് പറഞ്ഞാൽ ഡമ്മി ഈഫാണ്. അപ്പൊ ഈഫിന്റെ അകത്ത് നമ്മൾ നം ലെസ് ദാൻ 15 ആണെന്ന് ചെക്ക് ചെയ്യും. അവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യും. വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിനുശേഷം ബാക്കിയുള്ള റിമൈനിങ് കോഡ് പ്രിന്റ് ചെയ്യും. അതായത് പ്രിന്റ് ഓഫ് നം ഈസ് ഈക്വൽ നം ലെസ് ദാൻ 15. പാതിക്ക് നം ലെസ് ദാൻ 15 പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു പ്രിന്റ് എഫും പ്രിന്റ് ചെയ്യും. അതായത് നം ലെസ് ദാൻ 15 പ്രിന്റ് ചെയ്യും. അതിനുശേഷം നം ഈസ് ഈക്വൽ ടു നമ്മിന്റെ വേരിയബിൾ എത്ര 5 എന്ന് പ്രിന്റ് ചെയ്യും. പാതിക്ക് ഇവിടെ നമുക്ക് എന്താ പ്രിന്റ് ചെയ്യുക?
ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് ആദ്യക്ക് നം ലെസ് ദാൻ 50 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക, ഇവിടെ നം ഈസ് ഈക്വൽ ടു 5 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യാണ്, GCC program dot c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു, അപ്പൊ ഔട്ട്പുട്ടും കിട്ടി. നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാം എങ്ങനെയായിരുന്നു, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റം വരുത്തിയത്. ഒറിജിനൽ പ്രോഗ്രാം എങ്ങനെയായിരുന്നു, ഈ പ്രോഗ്രാം തന്നെയാണ് ഞാൻ ശരിക്കും അതിന്റെ മീനിങ് നാളെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അതിനെ ഒന്നുകൂടി ബ്രാക്കറ്റ് കൊടുത്തിട്ട് empty ifന്റെ രീതിയിൽ എഴുതി കാണിച്ചത്. ശരിക്കും പ്രോഗ്രാം ഇങ്ങനെയാണ്. അപ്പൊ ആ പ്രോഗ്രാം റൺ ചെയ്താൽ ഇതേ ഔട്ട്പുട്ട് ആണ് കിട്ടുക, GCC program dot c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നം ഈസ് ലെസ് ദാൻ 15, നം ഈസ് 5. അതായത് ഈ ഇഫിന്റെ അകത്ത് പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും, ഈ ഇഫിന്റെ അകത്തല്ല കേട്ടോ, ഈ ഒരു കേളി ബ്രാക്കറ്റിന്റെ അകത്തുള്ള പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും, ഈ ഒരു പ്രിന്റ്എഫും പ്രിന്റ് ചെയ്യും. കാരണം ഇവിടുന്നുള്ള ഈ കോഡൊന്നും ഈ ഇഫായിട്ട് ബന്ധമില്ല. കാരണം ഈ ഇഫ് ഈ ലൈനിൽ തന്നെ അവസാനിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ സെമിക്കോളം കൊടുത്തിട്ടുള്ളത്. സെമിക്കോളം കണ്ടീഷന് ശേഷം കൊടുക്കുകയാണെങ്കിൽ ആ ഇഫിന്റെ എല്ലാ ബന്ധങ്ങളും ആ ലൈനിലോട് തന്നെ അവസാനിച്ചു. പിന്നെ ബാക്കിയുള്ള റിമൈനിങ് കോഡൊന്നും ഈ ഇഫായിട്ട് ബന്ധമില്ല. ഇതാണ് ഈ ഒരു കോഡിന്റെ മീനിങ്. അടുത്തത് ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇവിടെ ഇന്റ് മെയിൻ ഇന്റ് നം ഈസ് ഈക്വൽ ടു 8 ഇഫ് നം ലെസ് ദാൻ 5. അതിനുശേഷം പ്രിന്റ്എഫ് ഹലോ സെമിക്കോളൻ. അപ്പൊ ഈ ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. പിന്നെ അടുത്ത പ്രിന്റ്എഫ് ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കഴിഞ്ഞു. നമുക്ക് സി പ്രോഗ്രാമിന്റെ ഒറ്റ ലൈനിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ കേളി ബ്രാക്കറ്റിൽ ഒരു പ്രിന്റ്എഫ് കൊടുത്തു, പിന്നെ വീണ്ടും ഒരു പ്രിന്റ്എഫ് കൊടുത്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈഫിന് തൊട്ട് താഴെ നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈഫിന് തൊട്ട് താഴെയുള്ള ആ ഒരു ലൈൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഈഫായിട്ട് ബന്ധമുള്ളൂ. അപ്പൊ ഈ ഈഫായിട്ട് ബന്ധമുള്ളത് ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇഫിത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ലൈൻ പ്രിന്റ് ചെയ്യും. ബാക്കിയുള്ള ഈ ഇത്രയും റിമൈനിങ് കോഡിങ്ങിന് ഈ ഇഫായിട്ട് ബന്ധമില്ല. അപ്പൊ ഈ ബാക്കിയുള്ള ഈ റിമൈനിങ് കോഡ് മൊത്തം ഓൾവേസ് പ്രിന്റ് ചെയ്യും. അതായത് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്നുകൂടി മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പറഞ്ഞ പ്രോഗ്രാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ ആദ്യക്ക് ഈഫിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിനുശേഷമുള്ള ഈ ഒരു ലൈനില്ലേ അത് ഞാൻ തൊട്ട് താഴെ എഴുതി. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഇഫിത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ തൊട്ടും താഴെയുള്ള പ്രിന്റ്എഫ് പ്രിന്റ് ചെയ്യും. കാരണം ഈഫിന് താഴെ നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈഫിന് തൊട്ട് താഴെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഈഫായിട്ട് ബന്ധമുള്ളൂ. ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള ഈ കോഡ് മൊത്തം പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, നം ഈക്വൽ ടു 8, നം ലെസ് ദാൻ 5. 8 ലെസ് ദാൻ 5 ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 8 ലെസ് ദാൻ 5 ഉള്ളത് ഫോൾസ് ആണ്. അപ്പൊ ഈഫിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഹലോ പ്രിന്റ് ചെയ്യില്ല, അതായത് ഈ പ്രിന്റ്എഫ് പ്രിന്റ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട്. ബാക്കിയുള്ള റിമൈനിങ് കോഡ് ഫുള്ള് പ്രിന്റ് ചെയ്യും. അതായത് ഹലോ എന്നുള്ളത് പ്രിന്റ് ചെയ്യും, നം ലെസ് ദാൻ 5 ഉള്ളത് പ്രിന്റ് ചെയ്യും, നം ഈസ് ഈക്വൽ ടു നം 8 അല്ലേ, നം ഈസ് ഈക്വൽ ടു 8 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ 3 ലൈനും കൂടി ഈ പ്രോഗ്രാമിൽ നമുക്ക് പ്രിന്റ് ഔട്ട്പുട്ട് കിട്ടും. ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. അപ്പൊ എന്താ കിട്ടിയത്, ഹലോ എന്നുള്ള കിട്ടിയത്. ഹലോ എന്നുള്ള പ്രിന്റ് ചെയ്തത് ഇവിടുത്തെ ഈ ഒരു പ്രിന്റ്എഫ് ആണ്. പിന്നെ നം ലെസ് ദാൻ 5 ഉള്ളത് ഈ ഒരു പ്രിന്റ്എഫ് പ്രിന്റ് ചെയ്തു. പിന്നെ നം ഈസ് ഈക്വൽ ടു 8 ഉള്ളത് ഈ ഒരു പ്രിന്റ്എഫ് പ്രിന്റ് ചെയ്തു. ഈ പ്രിന്റ്എഫ് പ്രിന്റ് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം എന്തൊട്ടാ, ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയ കാരണമാണ്. ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ ഒരു പ്രിന്റ്എഫ് പ്രിന്റ് ആയില്ല. ഈ ഇഫായിട്ട് ബന്ധമുള്ളത് ഈ ഒരു പ്രിന്റ്എഫ് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ പ്രോഗ്രാം പറഞ്ഞാൽ ഇതാണ് മീനിങ്. ഈ ഒരു പ്രിന്റ്എഫ് ഇതിന് താഴെ, ഈ ഒരു പ്രിന്റ്എഫ് ഇതിന് താഴെ. ഈ ഇഫായിട്ട് ബന്ധമുള്ളത് ഈ ഒരു പ്രിന്റ്എഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഈ റിമൈനിങ് കോഡ് മൊത്തം ഓൾവേസ് പ്രിന്റ് ചെയ്യും. സി പ്രോഗ്രാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഒറ്റ സിംഗിൾ ലൈനിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നോക്കുന്നത്. നമുക്ക് അടുത്ത പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാമിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഇഫ് ഓഫ് -3, അതായത് ഇഫിന്റെ ബ്രാക്കറ്റിന്റെ അകത്ത് -3 കൊടുത്തു. അതിനുശേഷം പ്രിന്റ് ഓഫ് ഹലോ വേൾഡ് കൊടുത്തു. ഇഫിന്റെ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് 0 അല്ലാത്ത ഏതൊരു വാല്യൂ, അതായത് ഏതൊരു പോസിറ്റീവ് വാല്യൂ ഏതൊരു നെഗറ്റീവ് വാല്യൂ വന്നാലും അതെപ്പോഴും ട്രൂ കേസ് ആയിട്ടായിരിക്കും പരിഗണിക്കുക. ഈ ഇഫിന്റെ അകത്ത് വന്നിട്ടുള്ളത് -3 എന്നുള്ളത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇഫിന്റെ അകത്ത് 0 അല്ലാത്ത ഏതൊരു വാല്യൂ ആണെങ്കിൽ ഇഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ ഇഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അതായത് പ്രിന്റ് ഓഫ് ഹലോ വേൾഡ് എന്നുള്ളതായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. ഇനി ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് കമ്പയർ ചെയ്യാണ്, GCC program dot c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇഫ് ഓഫ് -3ക്ക് പറയാൻ ജസ്റ്റ് 0 എന്ന് വിചാരിക്കുക. ഇഫിന്റെ അകത്തെ കണ്ടീഷൻ തൊട്ട് 0 ആണ്. അപ്പൊ ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക, ഒന്നും കിട്ടില്ല. കാരണം ഇഫിന്റെ അകത്തെ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ പ്രിന്റ്എഫ് പ്രിന്റ് ചെയ്യില്ല. അതിനുശേഷം നമ്മുടെ ഈ കോഡിൽ വല്ല പ്രിന്റ്എഫ് ഇല്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒന്നും പ്രിന്റ് ചെയ്യില്ല. ജസ്റ്റ് കമ്പയർ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും, ഒന്നും കിട്ടില്ല. അതാണ് ഇഫിന്റെ അകത്ത് 0 ആണെങ്കിൽ ആ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും. ഇഫിന്റെ അകത്ത് 0 അല്ലാത്ത പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതെപ്പോഴും കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഇഫിന്റെ അകത്ത് ഇപ്പൊ 0ക്ക് പകരം പോസിറ്റീവ് വാല്യൂ, അപ്പൊ അത് ട്രൂ ആയിരിക്കും. ഞാൻ ഈ കണ്ടീഷൻ ജസ്റ്റ് കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. അതാണ് ഈ പ്രോഗ്രാമിന്റെ. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ ഇഫിന്റെ കണ്ടീഷന്റെ അവിടെ എന്താ കൊടുത്തുള്ളത്, 0 എന്ന വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്.
ഈഫിന്റെ അകത്തെ കണ്ടീഷൻ 0 എന്നാണെങ്കിൽ അത് ഫോഴ്സ് കേസ് ആയിരിക്കും. ഫോഴ്സ് ആണെങ്കിൽ ഈ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യില്ല, എൽസ് പാർട്ടിയത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. എൽസിന്റെ അകത്തെ ഈ ഒരു പ്രിന്റ് എഫ് ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? എൽസ് ഹലോ വേർഡ് എന്നാണ് കിട്ടുക. ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ കമ്പൈൽ ചെയ്യാണ്, GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൽസ് ഹലോ വേർഡ് എന്ന് കിട്ടും. ഈ 0ക്ക് പകരം നമ്മളൊരു പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് നേരെ റിവേഴ്സ് ആയിരിക്കും. അതായത് ജസ്റ്റ് കമ്പയർ ചെയ്തു, ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈഫിന്റെ അകത്തെ വാല്യൂ എത്ര? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ അതൊരു ട്രൂ കേസ് ആയിട്ടായിരിക്കും പരിഗണിക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ഈഫ് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ ഈഫ് ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്യാണ്, GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈഫ് ഹലോ വേർഡ്, അതായത് ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ പ്രിന്റ് എഫ് ആണ് പ്രിന്റ് ചെയ്തത്. ഈഫിന്റെ അകത്ത് പോസിറ്റീവോ നെഗറ്റീവോ വരുന്ന കണ്ടീഷൻ ട്രൂ ആയിരിക്കും. 0 വന്നു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. ഈ പ്രോഗ്രാമിൽ എന്താ? ഇന്ത്യൻ നം ഈസ് ഈക്വൽ ടു 30. അതിനുശേഷം ഈഫിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്, നമ്മിന്റെ വാല്യൂ 3 ആണ്. 3 ലെസ് ദാൻ 15 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. 3 ലെസ് ദാൻ 15 എന്നുള്ളത് ട്രൂ കേസ് ആണ്. ഇതൊരു ട്രൂ കേസ് ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് അതായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നം ഈസ് സ്മോളർ ദാൻ 15 കിട്ടും. എൽസിന് താഴെ വേറെ കോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലൈൻ മാത്രമേ പ്രിന്റ് ചെയ്യൂ. ഞാൻ ജസ്റ്റ് GCC program.c കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നം ഈസ് സ്മോളർ ദാൻ 50. ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു നം ഈക്വൽ ടു 312 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈഫിന്റെ അകത്ത് കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ ശേഷം തന്നെ സെമിക്കോളൻ കൊടുത്തു. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈഫിന് ശേഷം കണ്ടീഷൻ കൊടുത്തിട്ട് സെമിക്കോളൻ ഒപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈഫ് ഈ ലൈനോട് കൂടി തന്നെ അവസാനിച്ചു. അതായത് ജസ്റ്റ് ഒരു എംപ്റ്റി ഈഫ് ആണ്. ഇവിടെ ജസ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതല്ലാണ്ട് ഈ പ്രോഗ്രാമുമായിട്ട് ഈ ഈഫിന് യാതൊരു ബന്ധമില്ല. അപ്പൊ ബാക്കിയുള്ള ഈ റിമൈനിങ് കോഡിന് നമ്മുടെ ഈഫായിട്ട് ബന്ധമില്ല. അപ്പൊ നമ്മുടെ എൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എൽസ് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും എൽസിന് തൊട്ട് മുകളിൽ ഒരു ഈഫ് യൂസ് ചെയ്തിരിക്കണം. അപ്പൊ ഈ എൽസിന് തൊട്ട് മുകളിലുള്ള ഈ ഈഫ് എൽസ് ആയിട്ട് ബന്ധമില്ല. അതായത് ഇത് ഈ ഈഫ് പറഞ്ഞാൽ തനിയെ നിൽക്കുന്ന ഒരു ഈഫാണ്. ഈ എൽസിന് തൊട്ട് മേലെ വേറൊരു ഈഫ് ഇല്ല. അപ്പൊ നമുക്ക് ഈ 9th ലൈനിൽ നമുക്ക് എറർ കിട്ടും. ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യുകയാണെങ്കിൽ GCC program.c കൊടുത്തു കഴിഞ്ഞാൽ 9th ലൈനിൽ ഒരു എറർ കിട്ടി, എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഈഫ്. അതായത് എൽസ് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും തൊട്ട് മേലെ ഒരു ഈഫ് യൂസ് ചെയ്തിരിക്കണം. ഈ ഈഫ് പറഞ്ഞാൽ ഈ ലൈനിനോട് തന്നെ ഈഫ് കഴിഞ്ഞു. ബാക്കിയുള്ള ഈ ലൈന് ഈ കോഡ് ഒന്നും ഈഫായിട്ട് ബന്ധമില്ല. എന്തുകൊണ്ട്? അവിടെ സെമിക്കോളം കൊടുത്ത കാരണമാണ്. ഈ സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ശരിക്കുള്ള ഈ കോഡിന്റെ മീനിങ് പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള കോഡ്. നമ്മൾ നേരത്തെ കൊടുത്ത കോഡിന്റെ ശരിക്കുള്ള മീനിങ് ഇതാണ്. ഈഫിന്റെ അകത്തെ കണ്ടീഷൻ കൊടുത്തു, അതിനുശേഷം ഒരു എംപ്റ്റി ഈഫ്, ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല. ഇതാണ് ശരിക്കുള്ള അതിന്റെ മീനിങ്. ഈ ഈഫ് ഇതായത് നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാം. ഈ ഇതിലുള്ള എറർ മാറ്റണമെങ്കിൽ ഈ സെമിക്കോളം ജസ്റ്റ് കളഞ്ഞാൽ മതി. സെമിക്കോളം ജസ്റ്റ് കളയുകയാണെങ്കിൽ സാധാ ഈഫ് എൽസ് കണ്ടീഷൻ ആയിരിക്കും. അതായത് 3 ലെസ് ദാൻ 5 ഉള്ളത് ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ 5 ഉള്ളത് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ ഈ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. അതായത് ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്യാണ്, GCC program.c കമ്പയർ ചെയ്തു, ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. കണ്ട, നം ഈസ് സ്മോളർ ദാൻ 5 അതായത് ഔട്ട്പുട്ട്. അപ്പൊ സെമിക്കോളം ഈഫ് കണ്ടീഷൻ തൊട്ട് ശേഷം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഈ പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ത്യൻ നം ഈസ് ഈക്വൽ ടു 3 പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈഫിന്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇവിടെ ഈഫിന് തൊട്ട് താഴെ നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുക്കാണ്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുള്ളത്. കേളി ബ്രാക്കറ്റ് കൊടുക്കാണ്ടിരുന്ന നമ്മുടെ ഈഫിന് താഴെയുള്ള ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഈ പ്രോഗ്രാമിൽ ഈ 6th ലൈൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഈഫായിട്ട് ബന്ധമുള്ളൂ. ബാക്കിയുള്ള ഈ റിമൈനിങ് കോഡിന് ഈ ഈഫായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഇവിടെ എൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. എൽസ് ഈ ഈഫായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഈ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഈഫ് പറഞ്ഞിട്ട് 8th ലൈനിൽ നമുക്ക് എറർ കിട്ടും. ജസ്റ്റ് ഈ കോഡ് ആദ്യം കമ്പയർ ചെയ്തു, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എറർ കിട്ടും. കണ്ടോ, എൽസ് വിത്തൗട്ട് പ്രീവിയസ് ഈഫ്. എന്തുകൊണ്ടാ? ഇവിടെ ഈഫിന് താഴെ നമ്മൾ 2 ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലൈന് ഈ ഈഫായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഈ ലൈന് ഈഫായിട്ട് ബന്ധമില്ല. അതെന്തുകൊണ്ടാ? കേളി ബ്രാക്കറ്റ് കൊടുക്കാത്ത കാരണം. കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈഫിന് താഴെയുള്ള ആ ഒരു സിംഗിൾ ലൈൻ മാത്രമാണ് ഈഫായിട്ട് കണക്ട് ചെയ്യുള്ളൂ. അതായത് ബന്ധം ഉണ്ടാവുള്ളൂ. ഈഫിന് താഴെയുള്ള ഈ ഒരു ലൈൻ മാത്രമാണ് ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ലൈനും കൊടുത്ത് ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക, അതായത് കേളി ബ്രാക്കറ്റ് കൊടുക്കുക. കേളി ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനായി. ഇപ്പൊ നമുക്ക് എറർ കിട്ടില്ല. അതായത് ഇപ്പൊ ഈ പ്രോഗ്രാമിന് യാതൊരു എററും ഇല്ല. കാരണം ഈഫിന് താഴെ നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കേളി ബ്രാക്കറ്റ് കൊടുത്ത കാരണം തന്നെ ഈ ഒരു ലൈനും ഈഫായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പോ എൽസ് തൊട്ട് മേലെ ഈഫ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് സാധാ ഈഫ് എൽസ് കണ്ടീഷന് തുല്യമാണ്. ഇത് ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഈഫിന്റെ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഈ എൽസിത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഇവിടെ ഈഫിന്റെ കണ്ടീഷൻ തൊട്ടാണ് 3 ലെസ് ദാൻ 5 ആണ് ചെക്ക് ചെയ്യുന്നത്. 3 ലെസ് ദാൻ 5 ഉള്ളത് കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ജസ്റ്റ് പ്രോഗ്രാം സേവ് ചെയ്യുക, അതിനുശേഷം കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്തപ്പോൾ ഇപ്പൊ എറർ ഇല്ല. ഞാൻ കമ്പൈൽ ചെയ്തതിനു ശേഷം ജസ്റ്റ്
റൺ ചെയ്തപ്പോൾ എന്താ നം ഈസ് സ്മോളർ ദാൻ 5, നം ഈസ് സ്മോളർ ദാൻ 5. അതിനുശേഷം ബാംഗ്ലൂർ, നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ വ്യത്യാസം. നമ്മുടെ ഈഫിന് ശേഷം നമ്മൾ ഒന്നിൽ കൂടുതൽ ലൈൻ കൊടുക്കണമെങ്കിൽ കേളി ബ്രാക്കറ്റ് കൊടുക്കുക. കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈഫിന് തൊട്ട് താഴെയുള്ള ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കുള്ളൂ. അതാണ് ഈ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കാം. ഇവിടെ നം ഈസ് ഈക്വൽ ടു 6 കൊണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈഫിന് ശേഷം കണ്ടീഷൻ, പിന്നെ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ എൽസിന് ശേഷം വീണ്ടും കണ്ടീഷൻ, പിന്നെ സ്റ്റേറ്റ്മെന്റ്. ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത എറർ ആണ് കിട്ടുക. കാരണം എൽസിന് ശേഷം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യില്ല. ഈഫ് എൽസിന്റെ സിന്റക്സ് പറഞ്ഞാൽ ഈഫ് കണ്ടീഷൻ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എൽസ് പാർട്ടിത്തെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. ഈ എൽസിന്റെ അവിടെ നമ്മുടെ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ സിന്റക്സ് എറർ ആണ് നമുക്ക് കിട്ടുക. ഈ കോഡ് നമ്മൾ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8th ലൈനിൽ, 8 അല്ല 7th ലൈനിൽ എറർ കിട്ടും. അതായത് GCC program.c ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ 7th ലൈനിൽ കണ്ട എൽസിന് ശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോഗ്രാം ജസ്റ്റ് ശരിയാക്കണമെങ്കിൽ, ജസ്റ്റ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ കണ്ടീഷൻ ജസ്റ്റ് കളഞ്ഞാൽ മതി. അതിനുശേഷം ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. കണ്ടീഷൻ കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. അതായത് നം ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യും. അതായത് ഇവിടെ എന്തൊക്കെ കണ്ടീഷൻ 6 ലെസ് ദാൻ 5 ആണോ, 6 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ എൽസ് പാർട്ടിത്തെ ഈ ഒരു പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യും. എൽസ് പാർട്ടിലുള്ള പ്രിന്റ് എഫ് ഇതാണ്. അതിനുശേഷമുള്ള ഈ പ്രിന്റ് എഫിന് ഈ ഈഫൽസ് ആയിട്ട് ബന്ധമില്ല. കാരണം നമ്മൾ ഈഫിനും എൽസിനും താഴെ കേളി ബ്രാക്കറ്റ് കൊടുക്കാണ്ട് നമ്മൾ കോഡ് കൊടുക്കുകയാണെങ്കിൽ ഈ എൽസിന് താഴെ ഒരു സിംഗിൾ ലൈൻ മാത്രമാണ് ഈ എൽസ് ആയിട്ട് ബന്ധമുള്ളൂ. അതേപോലെ ഈ ഈഫിന് താഴെ ഈ ഒരു പ്രിന്റ് എഫ് മാത്രമേ ഈ ഈഫിന് ബന്ധമുള്ളൂ. അപ്പൊ ഈ ഈഫൽസ് പറഞ്ഞാൽ ഇത് വരല്ലോ. ഈ ലൈൻ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൈന് ഈ ഈഫൽസ് ആയിട്ട് ബന്ധമില്ല. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നം ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്നും പ്രിന്റ് ചെയ്യും, ബാംഗ്ലൂർ എന്നും പ്രിന്റ് ചെയ്യും. അപ്പൊ ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്യാണ് GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നം ഈസ് ഗ്രേറ്റർ ദാൻ 5, അതേപോലെ ബാംഗ്ലൂർ. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. അടുത്തത് ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇന്റ് നം ഈസ് ഈക്വൽ ടു 11 കൊണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈഫിന്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതായത് ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? 11 ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യണം. 11 ലെസ് ദാൻ 5 ഉള്ളത് കണ്ടീഷൻ ഫോൾസ് ആണ്. 11 5 ഗ്രേറ്റർ ദാൻ ആണ്. അതിനുശേഷം എൽസിന്റെ അകത്ത് കണ്ടീഷൻ, പിന്നെ സെമിക്കോളൻ. നേരത്തെ പ്രോഗ്രാമിനും ഈ പ്രോഗ്രാം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ പ്രോഗ്രാം ശരിക്കും ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാം. അതിന് എൽസിന് ശേഷം നമ്മൾ കണ്ടീഷൻ കൊടുത്തു, അതിനുശേഷം സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. അതായത് എൽസിന് തൊട്ട് താഴെ ഈ ഒരു കോഡാണുള്ളത്. അതായത് ഈഫൽസിൽ ഇതാണ് നമ്മുടെ കോഡ്. ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. എൽസിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്താ? നം ലെസ് ഗ്രേറ്റർ ദാൻ 5 ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൈന് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ ആദ്യം ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. 11 ലെസ് ദാൻ 5 ഉള്ളത് കണ്ടീഷൻ ഫോൾസ് ആണ്. 11 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഇത് പ്രിന്റ് ചെയ്യില്ല. പിന്നെ എൽസ് പാർട്ടിക്ക് പോകും. എൽസിന്റെ പാർട്ടിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണ്ട? ഇല്ല. എൽസ് പാർട്ടിൽ ഇതാണ്. ബാക്കിയുള്ള ഈ 2 ലൈൻ എന്താ? നം ഗ്രേറ്റർ ദാൻ 5 പ്രിന്റ് ചെയ്യും, പ്രിന്റ് ഓഫ് ബാംഗ്ലൂർ എന്ന് പ്രിന്റ് ചെയ്യും. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമ്മൾ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ലൈൻ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഞാൻ ജസ്റ്റ് റൺ ചെയ്യാം. GCC program.c ജസ്റ്റ് റൺ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ആഡ് ഔട്ട് അടിച്ചാൽ നം ഗ്രേറ്റർ ദാൻ 5 എന്നും കിട്ടി, ബാംഗ്ലൂർ എന്നും കിട്ടി. ഇവിടെ നമുക്ക് എറർ ഇല്ല. ഞാൻ ഈ സെമിക്കോളൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുക. സെമിക്കോളൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കണ്ടീഷൻ ആയിട്ടായിരിക്കും പരിഗണിക്കുക, മറ്റേതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും പരിഗണിക്കുക. ഈ പ്രോഗ്രാം ജസ്റ്റ് സെമിക്കോളൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ റൺ ചെയ്തിരിക്കുക. അപ്പൊ ഈ ഒരു പോർഷൻ കണ്ടീഷൻ ആയിട്ടായിരിക്കും പരിഗണിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം റൺ ചെയ്തിരിക്കുക. അതിലേക്ക് കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടും എറർ. ഇവിടെ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ എറർ മാറും. സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും പരിഗണിക്കുക. ഈ ലൈൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ കോഡ് എന്ന് പറഞ്ഞാൽ ഈ കോഡിന് തുല്യമാണ്. അതായത് ഈ കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡിന് തുല്യമാണ്. സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ കിട്ടില്ല.